ആ നിലപാട് ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മതനിരപേക്ഷ ചിന്താഗതിക്കാരിലോ ഓരോ രംഗത്തുമുള്ള ഭൂരിപക്ഷം വിഭാഗങ്ങളിലോ ഞങ്ങൾക്കെതിരായ സമീപനം വരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. BJPക്ക് സീറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ കാണുന്നത്. നമ്മുടെ നാട് തന്നെ നല്ലതുപോലെ ആഗ്രഹിച്ച കാര്യമാണല്ലോ വേഗതയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. അത് നടപ്പാക്കാൻ കഴിയാതിരുന്നത് നാടിൻ്റെ ഒരു വല്ലാത്തൊരു നിലപാട് കൊണ്ടാണല്ലോ. മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും അതാണല്ലോ RSSൻ്റെ പ്രഖ്യാപിത ആഭ്യന്തര ശത്രുക്കൾ. അഡ്വാൻസായിട്ട് ജാമ്യം എടുക്കുന്നതാണ്. കാരണം എല്ലാ കാലത്തും ഇവിടെ BJPയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ കൂടെ ചില ഘട്ടങ്ങളിൽ ലീഗും നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് കോലി ബി സഖ്യം തന്നെ ഇവിടെ ഉണ്ടായത്. ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോവുകയും കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്താൽ എവിടെയും ഭരണവിരുദ്ധ വികാരം കാണാൻ കഴിയില്ല. കാരണം എല്ലാവരും ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നല്ല നിലക്ക് നടപ്പാക്കപ്പെട്ടു എന്നതാണ് അവരുടെ അനുഭവം. അപ്പം അതുകൊണ്ട് തന്നെ ഏത് പ്രദേശത്ത് പരിശോധിച്ചാലും സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്തുകൊണ്ട് LDF എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുക നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ അഴിമതി കേരളത്തിലാണ്. അത് LDF ആയിരുന്നില്ലെങ്കിൽ ആ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ LDF അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണല്ലോ ഈ പറയുന്ന തരത്തിലേക്ക് വന്നത്. LDF അതിൽ പൂർണ്ണ തൃപ്തരല്ല. പൂർണ്ണമായും അഴിമതി നീക്കണം എന്നുള്ളതാണ് LDFൻ്റെ താല്പര്യം. പക്ഷേ LDFൻ്റെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരമുള്ള LDF ഭരണത്തിലിരിക്കുന്നത് കൊണ്ടാണ് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയത്. ഇത് തുടരണം, ശക്തിപ്പെടണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് LDF തുടരണമെന്നുള്ള ശക്തമായ അഭിപ്രായം ജനങ്ങളിൽ നിൽക്കുന്നു. ഇതാണ് ഒരു ഭാഗം. നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ വീട് സ്വപ്നം കാണുന്നവരാണ്. പലരും ആ സ്വപ്നത്തോടെ മണ്ണടിയവരാണ്. ആ ഒരു പ്രശ്നം ഗൗരവമായിട്ട് ഉയർന്നു വന്നപ്പോഴാണ് നമ്മുടെ ഇതിനൊരു പദ്ധതി തയ്യാറാക്കിയത്. 5 ലക്ഷം വീട് പാവപ്പെട്ടവർക്ക് നൽകുന്ന, അതിന് അർഹതയുള്ളവരെ തിരഞ്ഞെടുക്കൽ. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഘട്ടം ഘട്ടമായി നടത്തി. 2021 ആയപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു. ആ തിരഞ്ഞെടുപ്പിൽ UDF പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദാക്കുമെന്ന്. LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. ഇപ്പോൾ 5 ലക്ഷം പൂർത്തിയായി. ആ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് LDF ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. LDFൻ്റെ തുടർച്ച കൊണ്ടാണ് ആ നില സ്ഥാപിക്കാനായത്. ഇനിയും അത്തരം കുടുംബങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ LDF തന്നെ ഉണ്ടാകണമല്ലോ. അതാണല്ലോ അവർ കാണുന്നത്. അപ്പോൾ LDF എന്തുകൊണ്ട് വരണമെന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം ഇപ്പോൾ 2016 നിങ്ങൾ പല വഴിക്ക് സഞ്ചരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലെത്തിയാൽ അറിയാതെ മൂക്കുമ്മൽ കൈവെക്കും, മൂക്കൊന്ന് അടച്ചു പിടിക്കും. കാരണം ദുർഗന്ധം ഉണ്ടായിരുന്നു. പലയിടത്തും നോക്കിയാൽ വല്ലാതെ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു, കുന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഹരിത കേരള മിഷൻ ആരംഭിച്ചത്. LDFൻ്റെ ആ ഇടപെടൽ കൊണ്ടാണല്ലോ ഇന്ന് കാണുന്ന കേരളം വന്നത്. എല്ലാം പൂർണ്ണമായി എന്നല്ല, പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന
മാലിന്യ കൂമ്പാരം ഇല്ലാതായല്ലോ പലയിടത്തും. വൃത്തികേട് പലതും ഒഴിഞ്ഞു പോയല്ലോ. നല്ല വൃത്തിയും വെടിപ്പും പൊതുവിലുണ്ടായല്ലോ. അത് LDF ആയതുകൊണ്ട് മാത്രമല്ലേ. കാരണം ഇതിലൊക്കെ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് LDF ആയാൽ ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനാവും. ഇതിൻ്റെ ഭാഗമായി പച്ചത്തുരുത്ത്, നദികൾ വീണ്ടെടുക്കൽ, മറ്റേ ഹരിതകർമ്മസേന നടന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേ നടക്കുന്നത്. അതൊക്കെ LDF ആയാലാണ് നാട് വീണ്ടും മെച്ചപ്പെടുക എന്നാണല്ലോ കാണുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനം എന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെയോ വികസനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വികസനമായിട്ടല്ലല്ലോ LDF കണ്ടത്. സർവതല സ്പർശിയായ വികസനം, സാമൂഹ്യ നിരധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്വാദറിയണം, എല്ലാ കുടുംബവും വികസനത്തിൻ്റെ സ്വാദറിയണം. ഇതല്ലേ ഉണ്ട് വികസനമായിരുന്നു LDFന്റെ ഒരു മെയിൻ അജണ്ട. അതൊരു വലിയ പരിധി വരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ റോഡായിട്ടും പാലമായിട്ടും സ്കൂളായിട്ടും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു 10 വർഷമായില്ലേ, ഒരു മാറ്റം ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു ക്രൗഡ് കൂടി കേരളത്തിലുണ്ട്. അവരോട് എന്താ പറയുക? അല്ല, അവരാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇത് LDF അല്ലെങ്കിൽ സാധ്യമാകുമായിരുന്നോ? ഇതൊരു യാദൃശ്ചികമായിട്ടുണ്ടായതല്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടായതല്ല. നമ്മുടെ നാട്ടിൻ്റെ ഒരു പൊതുവായ വികാരം ഉണ്ടായിരുന്നത് ഇനി നാട് രക്ഷപ്പെടില്ല എന്നാണ്. എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി, ഇതായിരിക്കും നന്നാക്കാനാവില്ല, ഇവിടെ ഒരു റോഡും നന്നാവില്ല, ഒരു പദ്ധതിയും വരില്ല, ഇങ്ങനെയായിപ്പോയി എൻ്റെ നാട്. എന്നാൽ മറ്റ് പ്രദേശങ്ങളൊക്കെ നല്ല നിലക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പുറം രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണല്ലോ. അവർ കേരളത്തിൽ വരുമ്പോൾ പണ്ട് ഇവിടുന്ന് പോകുമ്പോൾ അതേ അവസ്ഥയിലാണ് നാട്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ അതൊരു സങ്കല്പത്തിലാണ്. അതല്ല ജനങ്ങളുടെ ചിന്ത. ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നവരാണ്. ആ ഇടപെടൽ LDFന് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്ന ആരോഗ്യകരമായ സമീപനത്തോടെയാണ് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വികസനമാണ് CM പറഞ്ഞതുപോലെ ഒരു പ്രധാന ഇതായിട്ട് LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം പഞ്ചായത്ത് ഇലക്ഷന് ശേഷം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന കാരണം വികസനമൊന്നുമല്ല. അവർ നോക്കുന്നത് കൃത്യമായൊരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാകും, മൈനോറിറ്റീസ് അവരുടെ കൂടെ നിൽക്കുമെന്നാണ്. അതിനെ എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഓരോ സ്ഥലത്തൂടെ തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലാണ് അവിടെ നടക്കുന്നത്. അത് മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലല്ല. അതിന് ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളത് പരിശോധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരത്തെ ഞങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ വല്ലാതെ അകറ്റി നിർത്തിയൊരു വിഭാഗമായിരുന്നു ദശാബ്ദങ്ങൾക്ക് മുൻപ്. പക്ഷെ അവരുടെ സ്വന്തം അനുഭവത്തിലൂടെ തന്നെ നല്ല മാറ്റം അവർ വരുത്തി. കാരണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായി ഇടപെടുന്നത് ഇടതുപക്ഷമാണ് എന്ന പൊതുബോധ്യം അവർക്കുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഈ ന്യൂനപക്ഷത്തിന് ഇടതുപക്ഷം സ്വീകാര്യമാകുന്നു, അതാപത്താണ് എന്ന് ഒരു കൂട്ടർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിന് തടയിടണം. അതിന് തടയിടാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ വലിയ നുണപ്രചരണം അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു. അതായത് ഇടതുപക്ഷത്തെ വൻതോതിൽ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ എടുത്താൽ നിങ്ങൾക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി, അതിലേറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് കേരളം. ഇടതുപക്ഷം രാജ്യത്താകെ സ്വീകരിച്ചതാണ്. വലിയ പൊതുപരിപാടികളും ഗവൺമെൻറ് എന്ന നിലക്കുള്ള ഇവിടുത്തെ ഇടപെടലുകളും കോടതിയിൽ കേസ് പോകലും നിയമസഭാ പ്രമേയം പാസ്സാക്കലും എല്ലാം നടന്നതാണ്. പക്ഷേ ഒരു പ്രചരണം ഈ കേരളത്തിൽ നടന്നത് എന്താണെന്നറിയാം. ഇപ്പോൾ SIR നടപ്പാക്കുമ്പോൾ അത് ഞങ്ങളെയൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് നടപ്പാക്കുന്നൊരു കാര്യമാണ് എന്ന് ഈ പറയുന്ന വിഭാഗങ്ങളിൽ രഹസ്യമായി പ്രചരിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളെ പറഞ്ഞയക്കാനായിട്ട്.
അതായത് പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി പൊതുവിലുണ്ടായ ആശങ്ക അതാണല്ലോ. ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നല്ല. ആശങ്ക പിന്നെ പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കി വരുന്ന തീർത്തും തെറ്റായ നടപടിയാണ്. അതൊക്കെയാണല്ലോ നമ്മൾ എതിർത്ത് വന്നത്. പക്ഷേ ആ നമ്മൾ എതിർത്ത കാര്യം നമ്മളെ തലയിലിട്ടിട്ട് നമ്മളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുമെന്ന് ആരെങ്കിലും കണക്കാക്കുമോ? താങ്കളെ സംഘി വിജയൻ എന്ന് വിളിക്കുന്ന ഒരു സിനാറിയോ വരെ ഉണ്ട് മറുവശത്ത്. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതായത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും എൻ്റെ പൊതുപ്രവർത്തനവും അതിനെക്കുറിച്ചുള്ള അനുഭവമൊക്കെ നാടിനാകെ അറിയാവുന്നതാണല്ലോ. എന്താണ് ഇവരോടെല്ലാം സ്വീകരിച്ച സമീപനമെന്നും എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതൊന്നും അറിയാത്ത ധാരാളം ആളുകളില്ലേ? അവരുടെ അടുത്ത് പോയിട്ട് ഇപ്പം അങ്ങനെയൊന്നുമല്ല, അയാൾ പണ്ട് നല്ലതായിരുന്നു, ഇപ്പോൾ ഇവരുമായിട്ട് നല്ല ബന്ധമാണ് എന്ന് പ്രചരിപ്പിച്ചാൽ മതിയല്ലോ. അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇതുള്ളത് കൊണ്ടല്ല, ഞങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഇടയിലുള്ള മതിപ്പിന് ഇടിവരണം. അതിന് പറ്റുന്ന പ്രചരണങ്ങളാണ് നടത്തുന്നത്. ആ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. എന്നാൽ അതൊക്കെ യഥാർത്ഥ വസ്തുക്കളെത്തുമ്പോൾ തീരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പൊതുവിൽ കാണുന്നത് LDF പ്രവർത്തകർ എല്ലായിടങ്ങളിലും വസ്തുതകൾ എത്തിക്കണം. വസ്തുതകൾ എത്തുന്നവരെയും നുണക്ക ആയുസുള്ളൂ. അത് നല്ല രീതിയിൽ പരിഹരിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ കൈയൊഴിയുമെന്നൊരു ചിന്ത ഞങ്ങൾക്കില്ല. കാരണം ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഞങ്ങളെല്ലാ ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തിട്ടുള്ളത് വർഗീയതയെ മാത്രമാണ്. ആ നിലപാട് ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മതനിരപേക്ഷ ചിന്താഗതിക്കാരിലോ ഓരോ രംഗത്തുമുള്ള ഭൂരിപക്ഷം വിഭാഗങ്ങളിലോ ഞങ്ങൾക്കെതിരായ സമീപനം വരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതാണ്. ഇത്തവണ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് CPM BJP ഡീലുണ്ടെന്ന്. അത് പല മണ്ഡലങ്ങൾ തിരിച്ചു വരെ അവർ വളരെ കൃത്യമായി കണക്ക് പറയുന്നുണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇത് വരുന്നുണ്ട്, ആരോപണം വരുന്നുണ്ട്. അതിലൂടെ എങ്ങനെയാണ് അത് അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുക്കുന്നതാണ്. കാരണം എല്ലാ കാലത്തും ഇവിടെ BJPയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ കൂടെ ചില ഘട്ടങ്ങളിൽ ലീഗും നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് കോലി ബി സഖ്യം തന്നെ ഇവിടെ ഉണ്ടായത്. എന്നാൽ അതിനു പുറമെ കോൺഗ്രസ് അവരുമായി സംസാരിച്ച് ധാരണയുണ്ടാക്കി 41 മണ്ഡലങ്ങളിൽ ഞങ്ങൾ പിന്തുണ നൽകിയെന്ന് RSS നേതാവ് തന്നെ പറയുന്ന അവസ്ഥയൊക്കെ ഒരു കാലത്തുണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഇതുണ്ടാകുന്നതാണ്. ഇപ്പോഴത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അതിനകത്ത് ചിലയിടത്തൊക്കെ നല്ല ബന്ധങ്ങൾ അവർ തമ്മിലുണ്ട്. ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിലും ബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. ആ ബന്ധത്തിൻ്റേതായ ഭരണങ്ങൾ നിലനിൽക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അതിനവർക്കൊരു മടിയില്ല. ഇതിവിടുത്തെ നില എന്താണ്? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നില. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും യഥാർത്ഥത്തിൽ BJPയുടെ ഒരു B ടീമായിട്ടല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നു. ഇപ്പം നമ്മുടെ വടക്കേ ഇന്ത്യ എടുത്താൽ ഡൽഹിയാണല്ലോ ഒരു സംസ്ഥാനം നേരത്തെ ഉണ്ടായിരുന്നത് BJP ഇല്ലാതെ. അവിടെ BJPക്കെതിരെ ശക്തമായി ഉയർന്നു വന്നത് AAP ആയിരുന്നല്ലോ, കെജ്രിവാളിൻ്റെ ഗവൺമെൻറ്. എന്ത് സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്? BJP പ്രതിപക്ഷത്തിരിക്കുന്നവരെ വേട്ടയാടുന്നു. കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ് പറയാണ് ഇതുകൊണ്ടെന്ത് കാര്യം? യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടത് കെജ്രിവാളിനെയല്ലേ? അതിനുവേണ്ടി പ്രക്ഷോഭം നടന്നു. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിക്കുന്നു, കൈയടിക്കുന്നു, സന്തോഷിക്കുന്നു. ഇപ്പോൾ കോടതി പൂർണ്ണമായി കുറ്റവിമുക്തനാക്കി. യഥാർത്ഥത്തിൽ BJPക്ക് മാത്രമല്ലല്ലോ അടി കിട്ടുന്നത്, രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുഖത്തേറ്റ് അടിയായിട്ടല്ലേ ഇത് മാറുന്നു. ഇതൊരു ഭാഗം. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നില നോക്കൂ. ആ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ BJPയെ ഒറ്റപ്പെടുത്താനുള്ള നടപടിയല്ലേ സ്വീകരിക്കേണ്ടത് കോൺഗ്രസ്. അവിടെ AAPയെ ശക്തമായി എതിർക്കുന്ന നിലയാണല്ലോ എടുത്തത്. AAPക്കെതിരെയുള്ള നിലപാടാണല്ലോ സ്വീകരിച്ചു പോയത്. ഇപ്പോൾ എന്താ കൊണ്ട് ഗുണം കിട്ടിയ? BJP ജയിച്ചു, നല്ല നിലക്ക് ജയിച്ചു. അപ്പോൾ BJPയുടെ B ടീമായി മാറുന്ന നിലയാണ് അവിടെ ഉണ്ടായത്. ഹരിയാനയിൽ ആരെങ്കിലും കണക്കാക്കിയോ BJP വരും? എല്ലാവരും BJP അടക്കം കണക്കാക്കിയതല്ലേ അവർ പരാജയപ്പെടും. പക്ഷേ നിങ്ങൾക്ക് ഒന്നിച്ച് നിർത്താൻ പറ്റുന്നവരെ ഒന്നിച്ച് നിർത്താൻ കോൺഗ്രസ്സിനായോ?
അതിനല്ലല്ലോ കോൺഗ്രസ് നിന്നത്. അവരെല്ലാം അകറ്റിക്കളഞ്ഞല്ലോ. സുഖമായിട്ട് BJP ജയിച്ചു വന്നില്ലേ? അപ്പോൾ കോൺഗ്രസിൻ്റെ BJPയുടെ B ടീമായിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പ്രവർത്തിച്ചു എന്നുള്ളതല്ലേ അവിടുത്തെ അനുഭവം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി ചിലപ്പോഴെങ്കിലും പൊളിറ്റിക്കലി വളരെ ഇമ്മച്ചുറാണ്, വളരെ പക്വതയില്ലാതെ പെരുമാറുന്നു എന്ന് തോന്നുന്നു. അത് വേറൊരു ഭാഗം. പക്ഷേ അത് പക്വതയില്ലായ്മ ചിലരുടെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകാമല്ലോ. ഇത് അതിനപ്പുറമുള്ള കാര്യമല്ലേ. ഇത് ബി ടീമായി BJPയെ പ്രോത്സാഹിപ്പിക്കുന്നൊരു സമീപനം വന്നുകൂടാതെ. വേറൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്, ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന ആദ്യത്തെ സമീപനം എന്താ? നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ആദ്യം കുളം കലക്കില്ലേ. ആ കുളം കലക്കലോടുകൂടി BJPക്ക് അനുകൂലമായ അന്തരീക്ഷമല്ലേ ഉണ്ടാകുന്നത്. ഈ BJPക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയതിന് ശേഷം യോജിപ്പുണ്ടാക്കിയിട്ട് അത് ഫലിക്കുന്നില്ലല്ലോ. അതല്ലേ പലയിടത്തും സംഭവിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ BJPയുടെ B ടീമായി മാറുകയാണ്. ഇതിൽ LDF BJP ഈ ഡീൽ എന്നുള്ളൊരു മർമറിങ് ക്യാമ്പയിൻ അനിൽ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആണ്. അതിന് പറയപ്പെടുന്ന ഒരു റീസൺ കോൺഗ്രസ് ഇല്ലാതായാൽ ആ സ്പേസ് BJPക്ക് എടുക്കാമെന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തോൽക്കുന്നതാണ് BJPയുടെ ആഗ്രഹം എന്നുള്ളൊരു പ്രിമൈസിൽ നിന്നാണ് ഈ ഒരു മർമറിങ് ക്യാമ്പയിൻ തന്നെ നടക്കുന്നത്. അതൊക്കെ ഊഹത്തിൻ്റെ കാര്യമല്ലേ. കോൺഗ്രസ്സിന് എല്ലാ ഘട്ടത്തിലും BJPക്ക് എല്ലാ ഘട്ടത്തിലും ഏറ്റവും കടുത്ത ശത്രുവായിട്ട് ആരെയാണ് തോന്നിയിട്ടുള്ളത്? RSS തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും അതാണല്ലോ RSSൻ്റെ പ്രഖ്യാപിത ആഭ്യന്തര ശത്രുക്കൾ. ഇപ്പോൾ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞെന്താ, ഇത് പ്രത്യയശാസ്ത്ര വിദ്യയാണെന്നാണ്. അതായത് ഞങ്ങളെ പ്രധാന ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാടാണല്ലോ അവർ സ്വീകരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഈ കോൺഗ്രസ് മുക്ത് ഭാരത് എന്നുള്ളതും അവരുടെ ഒരു നിലപാട് അത് കോൺഗ്രസ്സിനാണല്ലോ ഇപ്പോൾ സ്വാധീനം പലയിടത്തും ഉള്ളത്. അതവിടെ എല്ലാവരുടെയും അവരുടെ കയ്യിൽ നിൽക്കുകയല്ലേ. ഇപ്പം അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ ആളുകളെ ഏത് നിമിഷത്തിൽ അവർ നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വേണ്ടിടത്തെല്ലാം അവർ കൂട്ടുന്നില്ലേ, ആളുകളെ ഒന്നിച്ച് കൂട്ടുന്നില്ലേ, എന്നൊരു പ്രയാസമില്ലായിരുന്നു. അതിൽ തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ സിദ്ധാർത്ഥ ചോദിച്ചപോലെ CPM ആണ് മുഖ്യ ശത്രു. അത് BJPയും RSSും അംഗീകരിക്കുന്നുണ്ട്. CPMനെ ശത്രുവായി നിർത്തുക തന്നെയാണ് അവർക്ക് വേണ്ടത്. കാരണം അവർക്ക് മറുപക്ഷത്ത് BJPക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടോ കേരളത്തിൽ? BJPക്ക് അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. അവർ കാണുന്നത് CPM ആണ് പ്രധാന ശത്രു. CPMൻ്റെ ബഹുജനാടിത്തറ അതൊലക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വരട്ടെ. കോൺഗ്രസ് വന്നാൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല, അടിയോടെ വരാൻ വേണമെങ്കിൽ. അതിനവരൊരു ആപത്തായിട്ട് കാണുന്നില്ല. ഇതാണ് അവരുടെ ഒരു യഥാർത്ഥ ടാക്ടിക്സ്. അപ്പോൾ അവർ കാണുന്നത് CPMനെയല്ല, LDFനെ കേരളത്തിൽ പ്രധാന ശത്രുവായി കാണുന്നു. ആ ശത്രുതയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് വരട്ടെ എന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടത്തിലും BJPയുടെ നേതൃത്വം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പ്രാദേശികമായി ഒരുപാട് നീക്കുപോക്കുകളും കൂട്ടുകെട്ടുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ വോട്ട് കച്ചവടം നടന്ന ഘട്ടങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇവിടുത്തെ ഒരു അനുഭവമല്ലേ. എന്തെല്ലാം കഥകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളല്ലേ. അതിനൊന്നും കോൺഗ്രസ്സിനും മടിയില്ല, BJPക്കും മടിയില്ല എന്നുള്ളതല്ലേ അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ നേതൃത്വം പറയുന്നുണ്ട് ഞങ്ങൾ വോട്ട് കച്ചവടമൊന്നും നടത്തൂല. എങ്ങനെയാണ് വരിക എന്ന് ആർക്കറിയാം, കണ്ടറിയാം. ഇപ്പോൾ LDF മൂന്നാമത് വന്നാൽ ഗവൺമെന്റിന്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും? അല്ല, അത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അത് പിന്നെ ഒരു സംശയമില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് യുവത ആഗ്രഹിക്കുന്നൊരു മാറ്റമുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയൊരു ശാക്തീകരിക്കും. അതിനനുസരിച്ചുള്ള തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. നല്ല രീതിയിൽ നാടിനെ വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ ഭരണത്തിൽ ചെയ്യാൻ പറ്റാതെ പോയി റിഗ്രറ്റ് തോന്നുന്ന ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പ്രോജക്റ്റുകളുണ്ടോ? അങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ നാട് തന്നെ നല്ലതുപോലെ ആഗ്രഹിച്ച കാര്യമാണല്ലോ വേഗതയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. അത് നടപ്പാക്കാൻ കഴിയാതിരുന്നത് നാടിൻ്റെ ഒരു വല്ലാത്തൊരു നിലപാട് കൊണ്ടാണല്ലോ. BJPയും അതിലൊരു പ്രത്യേക നിലപാട് സ്വീകരിച്ചു, രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി. അതെ, അത് തിരിച്ചു വരാൻ അത് കേരളയിലായിട്ട് വരില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു RRTയുടെ കാര്യം ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് വലിയ തടസ്സം പറയുന്നില്ല. അത് നടപ്പാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതും ഇതിന് പരിഹാരം തന്നെയാണ്. നേരത്തെ CMനോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റും രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പോൾ അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏത് കൂടെയുള്ള കൊളീഗ്സ്
എങ്ങനെ അസസ് ചെയ്യുന്നത്? രണ്ടു കൂട്ടരും ഒരുപോലെ മെച്ചപ്പെട്ടവരായിരുന്നു. ആദ്യം ചില ഘട്ടത്തിൽ ചില ആൾക്കാർ ഇത് നമ്മൾ 5 വർഷം പരിചയപ്പെട്ടവർ, പല ഘട്ടങ്ങൾ കടന്നു വന്നവർ, അത്രത്തോളം ആകുമോ പുതുതായിട്ട് വന്നവരെന്ന്? പക്ഷേ ഈ 5 വർഷം നോക്കിയാൽ അവരെല്ലാവരും മികച്ചവരായിരുന്നു. മികച്ച രീതിയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആരും പുറകിലോട്ട് പോയിട്ടില്ല. ആരെങ്കിലും സർപ്രൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഒരു സർപ്രൈസ് ഒന്നുമില്ല. ആ സർപ്രൈസ് ഉണ്ടായിട്ടുണ്ട്. എത്ര സീറ്റ് വരെ കിട്ടുമെന്നുള്ള കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ കിട്ടും. കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ കിട്ടും എന്തായാലും, ഉറപ്പാണ്. BJP അക്കൗണ്ട് തുറക്കുമോ? BJPക്ക് സീറ്റ് കിട്ടില്ല എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ അവർ കുറച്ച് വളർന്നിട്ടുണ്ട്, പക്ഷേ BJPക്ക് സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് കാണുന്നത്. കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അതെ.